ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സിഗ്നൽസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു സിഗ്നലിനെ നമ്മൾ ഒരു n ഡൈമെൻഷണൽ സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ തുടങ്ങിയവ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ടുഡേ നമ്മൾ പഠിക്കാൻ പോകുന്നത് വി വിൽ ലേൺ അബൌട്ട് ഇപ്പോൾ ഒരു സിഗ്നൽ വെക്ടറിനെ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ നമ്മൾ പഠിച്ചതാണല്ലേ. ഒരു ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ നമുക്കറിയാമെങ്കിൽ നമുക്ക് സിഗ്നൽ വെക്ടറിനെ പ്ലോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സിഗ്നൽ വെക്ടർ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെ, യൂസിങ് ദ വെക്ടർ എലമെൻറ്റ്സ് അതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യും. ആ വെക്ടർ എലമെൻറ്റ്സ് ആണ് അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഇങ്ങനെ ഒരു സിഗ്നൽ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ലെങ്ത് ഓഫ് ദ വെക്ടർ എന്താണ്? ഓക്കെ, അതിൻ്റെ ലെങ്ത് എന്താണ്? ഓക്കെ, ഇതൊക്കെ ആ സിഗ്നലിനെ നമ്മൾ അനലൈസ് ചെയ്യുവാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ്, ലെങ്ത് ഓഫ് ദ വെക്ടർ എന്താണ്, അതേകൂട്ട് തന്നെ എനർജി ഓഫ് എ സിഗ്നൽ, ഈ സിഗ്നൽ വെക്ടറിൽ നിന്ന് നമുക്ക് ആ സിഗ്നലിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ പറ്റുമോ, അതിൻ്റെ ഇക്വേഷൻ എന്താണ്, പിന്നെ അതേകൂട്ട് തന്നെ രണ്ട് വെക്ടർ എലമെൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ആംഗിൾ എന്താണ്, രണ്ട് വെക്ടർ എലമെൻറ്റ്സ് ഇതേകൂട്ടുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. So, to start with, first we will learn how to find the length of the vector or norm of a vector. Okay, അതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. Length of a signal vector. സോ ഈ ലെങ്ത് ഓഫ് ദ സിഗ്നൽ വെക്ടറിന് നമ്മൾ മറ്റൊരു പേരും പറയും. ഓക്കെ, ലെങ്ത് ഈസ് ഓൾസോ കോൾഡ് ആസ് നോം. ഓക്കെ, നോം ഓഫ് എ സിഗ്നൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഓർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ വെക്ടർ എന്നും പറയും. ഓക്കെ, ഓർ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ സിഗ്നൽ വെക്ടർ എന്നും പറയും. ലെങ്ത് ഓർ നോം, ഓർ വി ഓൾസോ കോൾ ഇറ്റ് ആസ് അബ്സല്യൂട്ട് വാല്യൂ. Okay, so in order to find the norm, length അല്ലെങ്കിൽ in order to find the norm, ആ ഒരു ഇപ്പോൾ സപ്പോസ് ഒരു സിഗ്നലിനെ എടുക്കുക. ഓക്കെ, ടേക്ക് എ സിഗ്നൽ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ എ 2 dimension. ഞാൻ ജസ്റ്റ് 2 dimension മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് രണ്ട് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു സിഗ്നലിനെ നിങ്ങൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഒരു സിഗ്നലിനെ കൺസിഡർ ചെയ്താൽ മതി ഫോർ ദ ടൈം ബീയിങ്. സോ ആ സിഗ്നലിനെ ഞാൻ വെക്ടോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ രണ്ട് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ വെക്ടറിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 2 എലമെൻറ്റ്സ് ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് S11 ആൻഡ് ദ അതർ വൺ ഈസ് S12. സോ യൂസിങ് ദീസ് coordinate S11, S12, if it might get mapped to somewhere here. Okay, അതിനകത്ത് ഇത് S11 നമുക്കറിയാം. this will be what? This will be S11 and this point will be S12. So this is the message point. Okay, and the signal vector we will represent it like this. ഓക്കെ, അപ്പോൾ ഈ ഒരു സിഗ്നൽ വെക്ടറിൻ്റെ ലെങ്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോം എന്ന് വെച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ S1 എന്ന് പറഞ്ഞൊരു സിഗ്നലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ നോം അല്ലെങ്കിൽ ലെങ്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഡബിൾ ലൈൻ രണ്ട് സൈഡിലും ഇങ്ങനെയാണ് നോം ഓഫ് എ സിഗ്നൽ ഓർ ലെങ്ത് ഓഫ് എ സിഗ്നലിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, norm or length of the signal is denoted by this symbol. So this will give you the total length of this signal vector. അപ്പോൾ ഈ ഒരു ലെങ്ത് ഓഫ് ദ സിഗ്നൽ വെക്ടറിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ദിസ് ഈസ് SI. ഓക്കെ, SI എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിഗ്നൽ വെക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കിയേ. ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ. ദിസ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. am I right? ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചുകൂടെ അല്ലേ? എങ്ങനെയാണ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്? യൂസിങ് പൈതഗോറസ് തിയറം. ബിക്കോസ് ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം. വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്? S12 ആണല്ലേ. S12 ആണ്. നൗ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് S11 ആണ്. സോ ഹൗ വിൽ യു ഫൈൻഡ് ദ ലെങ്ത്? ഇറ്റ് ഈസ് റൂട്ട് ഓഫ് S12 സ്ക്വയർ പ്ലസ് S11 സ്ക്വയർ. സോ അതാണ് ലെങ്ത്. സോ ലെങ്ത് ഓഫ് ദ വെക്റ്റർ, ഓക്കെ, ഓർ നോം
Okay, it is denoted as ഞാൻ ഇവിടെ എടുക്കുന്ന സിഗ്നൽ S1 ആണെങ്കിൽ will be equal to, from the figure by using Pythagoras theorem we can write, how will you write, this side is equal to S11 square. Okay, by Pythagoras theorem directly from the right triangle we can find the hypotenuse. ഈ റൈറ്റ് ട്രയാങ്കിളുടെ ഹൈപ്പോട്ട്ന്യൂസ് ആണ് ഇത് അല്ലേ. അപ്പോൾ ആ സിഗ്നൽ ലെങ്ത് നമുക്ക് റൂട്ട് ഓഫ് ദിസ് സൈഡ് സ്ക്വയർ പ്ലസ് ദിസ് സൈഡ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിപ്പോൾ ഒരു 2 ഡയമെൻഷണൽ സ്പേസ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 2 ഡയമെൻഷണലിന് പകരം നമ്മൾ സിഗ്നൽ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു n ഡയമെൻഷണൽ സ്പേസിലാണെങ്കിൽ, ഓക്കെ, n ഡയമെൻഷണൽ സ്പേസിലാണ് സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വിചാരിക്കും. സോ ഇഫ് യു ആർ ഗോയിങ് ടു കൺസിഡർ ഇൻ ആൻ n ഡയമെൻഷണൽ സ്പേസിലാണ് നമ്മൾ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഇൻ n ഡയമെൻഷണൽ സ്പേസ്, ദാറ്റ് മീൻസ് എത്ര ആക്സിസ് ഉണ്ടാവും, എത്ര ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ, ദർ വിൽ ബി n ഓർത്തോനോമൽ, ഓക്കെ, n ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷനുള്ള ഒരു n ഡയമെൻഷണൽ സ്പേസ്. ദർ വിൽ ബി n ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ ഓൾസോ. അപ്പോൾ അങ്ങനെ ഒരു n ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഈ സിഗ്നലിനെ എഴുതാൻ പറ്റും? ഓക്കെ, ദാറ്റ് സിഗ്നൽ, ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആ സിഗ്നലിനെ ഫോർ എക്സാമ്പിൾ SI എന്ന് ഞാൻ ജനറലായിട്ട് പറയുവാണ്. SI എന്ന് പറഞ്ഞ സിഗ്നൽ ഉണ്ട്, അതിൻ്റെ വെക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയായിരിക്കും, SI1 SI2 അപ് ടു SIN, n ഡയമെൻഷൻ ആയതുകൊണ്ട്. ഓക്കെ, ഐ എം ടേക്കിംഗ് ദ സിഗ്നൽ ആസ് SI. ഓക്കെ, SI ഓഫ് t is the signal, okay, represented in vector form as SI with those elements. അപ്പം ഇതിൻ്റെ ഓക്കെ ഒരു S1 എന്ന് പറഞ്ഞതിൻ്റെ ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ വെക്റ്റർ or norm of SI as, how will you write, root of ഈ എലമെൻറ്റ്സ് അല്ലേ. ബിക്കോസ് ഇവിടെ ഈ കിട്ടിയിരിക്കുന്നത് എന്താണ്, ഇതിൻ്റെ വെക്റ്റർ എലമെൻറ്റ്സിൻ്റെ കണ്ടോ, ഇതിൻ്റെ വെക്റ്റർ റൂട്ട് ഓഫ് ഈ വെക്റ്റർ എലമെൻറ്റ്സിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് S1 കിട്ടിയിരിക്കുന്നത്. സോ SIയുടെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വെക്റ്റർ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, SI1. Okay, using this equation I can write it as SI1 square plus SI2 square plus etc up to what SIN square എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം അല്ലേ. സോ ഇൻ ജനറൽ വാട്ട് വി ക്യാൻ റൈറ്റ്, ഇൻ ജനറൽ ഫോർ എനി സിഗ്നൽ SI ദ ലെങ്ത് ഓഫ് ദ സിഗ്നൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇതിനെ എങ്ങനെ എഴുതാം, സമ്മേഷൻ ഓഫ് അല്ലേ, സമ്മേഷനാണ് SI1 SI2, അതിനെ എനിക്ക് എങ്ങനെ എഴുതാം, SIJ എന്ന് എഴുതാം അല്ലേ, വേർ J വേരീസ് ഫ്രം 1 to n, J വേരിങ് ഫ്രം 1 to n ആണ്, അതിൻ്റെ സമ്മേഷനാണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു SIJ the summation, or see summation SIJ square. Is it clear? Under the root ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ സമ്മേഷനാണ്, സമ്മേഷൻ ഓഫ് വാട്ട്, SI1 SI2, ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് SIJ സ്ക്വയർ. ഓക്കെ, അതിൻ്റെ സമ്മേഷനാണ്. സോ ഇങ്ങനെ ഇതാണ് എന്ത്, ലെങ്ത് ഓഫ് ദ ഇക്വേഷൻ, sorry, length of the vectorൻ്റെ ഇക്വേഷൻ ആണ്. ലെങ്ത് ഓൾസോ റെപ്രസെൻറ്റഡ് ആസ് വാട്ട്, norm of the സിഗ്നൽ. ഓക്കെ, റെപ്രസെൻറ്റഡ് ആസ് ലൈക്ക് ദിസ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു റൂട്ട് കിടക്കുന്നുണ്ടല്ലേ, അപ്പോൾ ആ റൂട്ട് കിടക്കുന്നത് കൊണ്ട് ആൻഡ് ഓൾസോ ഹിയർ J വേരിയിങ് ഫ്രം 1 to what, J വേരിയിങ് ഫ്രം 1 to n. ഓക്കെ, ഇവിടെ റൂട്ട് കിടക്കുന്നുണ്ട്. സോ ആ റൂട്ടിനെ റിമൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു സ്ക്വയർ കിട്ടും, ഇവിടെ സ്ക്വയർ വരും. ഓക്കെ, നോർമലി ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് ഈക്വേഷൻ, ബിക്കോസ് ഇവിടെ റൂട്ട് ഉള്ളതുകൊണ്ട് ആ റൂട്ടിനെ റിമൂവ് ചെയ്തിട്ട് J വേരിയിങ് ഫ്രം 1 to n SIJ സ്ക്വയർ എന്ന് എഴുതും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ നോർമലി വി യൂസ്. അപ്പം ലെങ്ത് ഓഫ് ദ വെക്റ്റർ കാണണമെങ്കിൽ ഈ ഇക്വേഷനാണ്. ഇതെന്താണ് തരുന്നത്, ഇത് തരുന്നത് എന്താണ്, സ്ക്വയേർഡ് ലെങ്ത് ഓഫ് ദ വെക്റ്റർ ആണല്ലേ, സ്ക്വയർ ഉണ്ട്. ദിസ് ഇക്വേഷൻ ഗീവ്സ് യു ദ സ്ക്വയേർഡ് ലെങ്ത് ഓഫ് ദ സിഗ്നൽ വെക്റ്റർ ആണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്ക്വയേർഡ് ലെങ്ത് ഓഫ് ദ സിഗ്നൽ വെക്റ്റർ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കിട്ടി, ഓക്കെ, സമ്മേഷൻ J ഈസ് ഈക്വൽ ടു 1 to n SIJ സ്ക്വയർ ആണെന്ന് കിട്ടി. ഓൾസോ ലേൺ ദിസ് ഇക്വേഷൻ. ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് എലമെൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ടേക്ക് ദ സ്ക്വയർ റൂട്ട്, ഓർ സ്ക്വയേർഡ് ലെങ്ത് ആണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സോ if any signal is given in the vector form like this, we can calculate the length of the vector using this equation. Okay, now അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു
ഡൈമെൻഷൻ ഇങ്ങനെ ഒരു യൂക്ലീഡിയൻ സ്പേസ് ഈ ഒരു n ഡൈമെൻഷണൽ സ്പേസിൽ നമ്മൾ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു സിഗ്നലിൻ്റെ എനർജി എന്താണെന്നാണ് നമ്മൾ അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ലെങ്ത് ഓഫ് ദ വെക്ടർ പഠിച്ചു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ എനർജി. ഓക്കെ, വാട്ട് ഈസ് ദ എനർജി ഓഫ് സിഗ്നൽ. അപ്പോൾ നോർമലി നമ്മൾ എനർജി ഓഫ് ദ സിഗ്നൽ ഓഫ് ഫോർ എക്സാമ്പിൾ ഒരു ടൈം ഡൊമെയിനിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിഗ്നലിൻ്റെ എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ, x² ഓഫ് t dt ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്നലിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എനർജി കിട്ടും. പക്ഷേ നമ്മളിവിടെ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്, ഒരു സിഗ്നലിനെ അതിൻ്റെ വെക്റ്റർ എലമെൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ SI1 SI2 up to SIN അങ്ങനെ വെക്റ്റർ എലമെൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, so again if you are given a vector, okay, if you are given a vector say ഏതെങ്കിലും ഒരു സിഗ്നൽ SI of t എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ ഉണ്ട്, അതിൻ്റെ വെക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓക്കെ ഇഫ് ഇറ്റ് ഈസ് ഗിവൺ സേ SI1 ഓക്കെ ഇപ്പം n ഡൈമെൻഷൻ ആണെങ്കിൽ SI1 to up to SIN n ഡൈമെൻഷനാണ്, ദറ്റ് ഈസ് n ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ n ആക്സിസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വെക്റ്റർ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ നമുക്ക് എങ്ങനെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോർമലി SI of t എന്ന് പറഞ്ഞ ഒരു ടൈം ഡൊമെയിൻ സിഗ്നൽ തരുവാണെങ്കിൽ എനർജി ഓഫ് ദ സിഗ്നൽ ഈസ് കാൽക്കുലേറ്റഡ് ഹൗ, എനർജി ഓഫ് ദ സിഗ്നൽ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ടേക്കിംഗ് ദ സ്ക്വയർ അല്ലേ, ടേക്കിംഗ് ദ സ്ക്വയർ ഓഫ് ദ സിഗ്നൽ ആൻഡ് ദെൻ ഇൻ്റഗ്രേറ്റിംഗ് അല്ലേ, ടേക്കിംഗ് ദ സ്ക്വയർ ഓഫ് ദ സിഗ്നൽ ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ദ ഡ്യൂറേഷൻ, സിഗ്നൽ ഡ്യൂറേഷൻ. അന്നേരം നമുക്ക് എന്ത് കിട്ടും, എനർജി കിട്ടും. ഓക്കെ, ദിസ് മച്ച് ഇൻ്റഗ്രൽ dt. ഇനി ഈ ഒരു സിഗ്നലിനെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷനെ ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീറിട്ടൺ ആസ്, ഇവിടെ SI² അല്ലേ, അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് SI of t ഇൻറ്റു SI of t dt എന്ന് എഴുതുവാണ്. ഓക്കെ, അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഈ എലമെൻറ്റ്സ്, ഇൻ ടേംസ് ഓഫ് ദിസ് കോഎഫിഷ്യൻസിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ എങ്ങനെയാണ് ഒരു സിഗ്നലിൽ നിന്ന് നമ്മൾ ആ ഒരു സിഗ്നലിനെ ഇൻ ടേംസ് ഓഫ് കോഎഫിഷ്യൻസ് എഴുതുന്നത്, നമുക്ക് സിന്തസൈസിങ് ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ. അക്കോർഡിംഗ് ടു ദ സിന്തസൈസിങ് ഇക്വേഷൻ, സിന്തസൈസർ ഇക്വേഷൻ ഉണ്ട്. സിന്തസൈസർ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. സിന്തസൈസർ ഇക്വേഷൻ എന്തായിരുന്നു, SI of t എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് what summation j is equal to 1 to n Sij into phi j of t എന്ന് നമുക്ക് എഴുതാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. ആ ഒരു SI of tക്ക് ഇനി നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, ഇൻ്റഗ്രൽ 0 to t. സോ ഫോർ ദിസ് ആദ്യത്തെ SI of tക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ j is equal to 1 to n Sij okay into phi j of t. Now again SI of t വരുന്നുണ്ട്. So again summation, ഇവിടെ നമ്മൾ j ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് ഓക്കെ സിൻസ് വി ഹാവ് ഓൾറെഡി യൂസ് ദ വേരിയബിൾ j ഓവർ ഇൻ ദ ഫസ്റ്റ് സമ്മേഷൻ വി മേ യൂസ് സം അതർ വേരിയബിൾസ് റാദർ ദാൻ j. ഫോർ എക്സാമ്പിൾ നിങ്ങൾ k എന്ന് പറഞ്ഞൊരു വേരിയബിൾ യൂസ് ചെയ്തോളൂ. അതുകൊണ്ട് അടുത്ത SI of tക്ക് ഓക്കെ അടുത്ത SI of tയെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്, SI k phi k of t dt. സോ യൂസിങ് സിന്തസൈസർ ഇക്വേഷൻ ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതി. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് എന്തൊക്കെ പുറത്തെടുക്കാം, ദാറ്റ് സമ്മേഷൻ ടേം ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് എലോങ് വിത്ത് എന്ത് കോയഫിഷ്യൻസ് കോൺസ്റ്റൻ്റ് അല്ലേ, ഇതിനെ എനിക്ക് പുറത്തെടുക്കാം. k is equal to 1 to n what s k j. ഓക്കെ, ആൻഡ് ഇൻ്റഗ്രൽ എന്ത് വരും, ടൈം ഫംഗ്ഷൻ മാത്രമേ വരത്തുള്ളൂ, ദറ്റ് ഈസ് phi j of t ഇൻറ്റു phi k of t dt. ഓക്കെ ഫൈൻ. നൗ ഇതിനൊരു പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹോപ്പ് യു റിമെമ്പർ. ഇതെന്താണ്, ഇതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റാണ്, ദാറ്റ് ഈസ് രണ്ട് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ദിസ് ക്യാൻ ടേക്ക് 2 വാല്യൂസ്. ഒന്ന് 0 ആകും. ഓക്കെ, അതെപ്പോഴാണ് j നോട്ട് ഈക്വൽ ടു
കെ ആകുമ്പോൾ. ഇനി ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 1 ആകും എപ്പോൾ? ജെ ഈക്വൽ ടു കെ ആകുമ്പോൾ. നമുക്ക് ഇതാണ് ആവശ്യം. നമ്മൾ ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ബിക്കോസ് 0 കൊടുക്കുമ്പോഴത്തേക്കും ഹോൾ തിങ് വിൽ ബിക്കം 0. ദാറ്റ് ഈസ് നോട്ട് വാട്ട് വി നീഡ്. വി ഹാവ് ടു ഫൈൻഡ് ദ എനർജി. അപ്പം നിങ്ങൾ എന്ത് ജെ ഈക്വൽ ടു കെ ആകുമ്പോൾ, ജെ ഈക്വൽ ടു കെയിൽ ദിസ് ഇൻ്റഗ്രൽ വിൽ ഇവാലുവേറ്റ് ടു വാല്യൂ 1. അപ്പോൾ അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് നമുക്ക് കിട്ടും? സമ്മേഷൻ ജെ ഈസ് ഈക്വൽ ടു 1 to n എസ് ഐ ജെ സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n എസ് കെ ജെ ഇൻറ്റു വാട്ട് 1. നോ ഇവിടെ ജെയും കെയും ഈക്വലാന്ന് നമ്മൾ എടുത്തു അല്ലേ? ജെയും കെയും ഈക്വലാന്ന് എടുത്തിട്ടുണ്ട്. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ ജെ ആൻഡ് കെ ഈക്വലാണ്. അപ്പോൾ ഒരു സമ്മേഷൻ മതി വിത്ത് ജെ വേരിയിങ് ഫ്രം വാട്ട് 1 to n. ഇവിടെ ജെയും കെയും ഈക്വൽ ആണല്ലേ? അപ്പോൾ ജെയും കെയും ഈക്വൽ ആകുമ്പോഴത്തേക്കും സോറി, ദർ ഇസ് എ സ്മോൾ മിസ്റ്റേക്ക് ഹിയർ. ഇത് എസ് കെ ജി അല്ല, ദിസ് വാസ് എസ് ഐ കെ. ഓക്കെ, ദിസ് വാസ് എസ് ഐ കെ. നൗ എസ് ഐ കെ. ഓക്കെ, അപ്പോൾ ഇനി ജെയ്ക്കും കെയ്ക്കും നമ്മൾ ഈക്വൽ ആകുമ്പോഴത്തേക്കും ജെയും കെയും ഈക്വൽ ആകുമ്പോൾ ഇത് എസ് ഐ ജെ ആകും, ഇത് എസ് ഐ ജെ ആകും. ദാറ്റ് ഈസ് എസ് ഐ ജെ സ്ക്വയർ എന്ന് കിട്ടി അല്ലേ? അപ്പോൾ എന്താണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്? വി ഗോട്ട് എനർജി ഓഫ് ദ സിഗ്നൽ. ഓക്കെ, എനർജി ഓഫ് ദ സിഗ്നലിനെ നമുക്ക് ഇങ്ങനെ കിട്ടി. സോ വാട്ട് വി ഗോട്ട്? എനർജി ഓഫ് എ സിഗ്നൽ എസ് ഐ ഓഫ് ടി ഈസ് ഒബ്റ്റെയിൻഡ് ആസ് ജെ ഈസ് ഈക്വൽ ടു 1 to n സമ്മേഷൻ. എന്തിൻ്റെ സമ്മേഷനാണ്? ആ വെക്റ്റർ എലമെൻസിൻ്റെ സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ സമ്മേഷനാണ് നമുക്ക് എന്ത് കിട്ടിയത്? എനർജി കിട്ടിയത് അല്ലേ? അപ്പം ഒരു ടൈം ഡൊമൈനിലുള്ള ഒരു സിഗ്നലിനെ ടൈം ഡൊമൈനിലുള്ള ഒരു സിഗ്നലിനെ വെക്ടോറിക്കലി വെക്ടറായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ആ വെക്ടറിൻ്റെ എലമെൻസിനെ, ആ വെക്ടറിനകത്തുള്ള ആ ഓരോ എലമെൻസിൻ്റെയും സ്ക്വയർ എടുത്തിട്ട് സം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് എനർജി കിട്ടും. ഓക്കെ, പക്ഷേ നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ഈ നോം സ്ക്വയർ എന്ന് പറഞ്ഞാൽ അല്ലേ? സമ്മേഷൻ ജെ ഈസ് ഈക്വൽ ടു 1 to n. ദാറ്റ് ഈസ് ഈ വെക്ടറിനകത്തെ ഈ എലമെൻസിനെ എല്ലാം സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പം അതെന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു ഉണ്ടോ? നോം സ്ക്വയർ ആണെന്ന് പഠിച്ചു അല്ലേ? നോം സ്ക്വയർ ആണെന്ന് പഠിച്ചു. അപ്പോൾ ഇതെടുത്ത് അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് we can write energy is also equivalent to what? S norm square value equivalent ആണ്, because this is equal to this term RHS is equal to norm square value. That is what we proved അല്ലേ? അപ്പോൾ ഇതും വാലിഡ് ആണ്. ദാറ്റ് ഈസ് എനർജി ഓഫ് ദ സിഗ്നൽ ഈസ് ഈക്വൽ ടു വാട്ട്? ലെങ്ത് ഓഫ് ദ സിഗ്നൽ. ആ സിഗ്നൽ വെക്ടറിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുവാണെങ്കിൽ യു വിൽ ഗെറ്റ് എനർജി ഓഫ് ദ സിഗ്നൽ. ഓർ ഗിവൺ ദ വെക്ടർ എലമെൻറ്റ്സ് എനർജി ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പം നമ്മളിവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ആക്ച്വലി ഇവിടെ ഈ എനർജി കിട്ടാനായിട്ട് ആക്ച്വലി ഈ എനർജി ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഇത് കിട്ടാനായിട്ട് എസ് ഐ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എസ് ഐ ദാറ്റ് ഈസ് ദിസ് ഇക്വേഷൻ എസ് ഐ ജെ സ്ക്വയർ അല്ലേ? ഈ ഒരു ഇക്വേഷൻ കിട്ടാനായിട്ട് മറ്റൊന്നും ചെയ്താൽ മീൻസ് ഏറ്റവും എളുപ്പം നമുക്ക് ദാറ്റ് ഈസ് എസ് ഐ. എസ് ഐ എന്ന് പറഞ്ഞ സിഗ്നൽ വെക്ടറിനെ ഞാൻ പറഞ്ഞു SI1 SI2 അപ് ടു SIN ആണ്. സോ പ്ലീസ് ലിസൺ കെയർഫുള്ളി. ഈ ഒരു ഇക്വേഷൻ കിട്ടുന്ന വേറൊരു രീതിയാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് അത് നിങ്ങൾ മനസ്സിലാക്കണം. എനർജി ഓഫ് ഇത് നമ്മുടെ ഈ വെക്ടർ പ്രത്യേകത എന്താ? ഈ വെക്ടർ എങ്ങനെയുള്ളൊരു വെക്ടറാണ്? ഇതൊരു കോളം വെക്ടറാണ് അല്ലേ? ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുവാണെങ്കിൽ എന്താ കിട്ടുന്നത്? എനിക്ക് കിട്ടുന്നത് ഒരു റോ വെക്ടർ ആയിരിക്കും അല്ലേ? SI1 SI2 അപ് ടു SIN എന്നുള്ളൊരു റോ വെക്ടർ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഈ SIയും SI ട്രാൻസ്പോസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ റോ വെക്ടർ കോളം വെക്ടർ multiplied by the row vector. SI1 SI2 up to SIN. ഇങ്ങനെ ചെയ്താൽ എന്താണ് കിട്ടുന്നത്? SI1 സ്ക്വയർ അല്ലേ പ്ലസ് SI2 സ്ക്വയർ അല്ലേ പ്ലസ് എക്സെട്ര അപ് ടു വാട്ട് SIN സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട്? സമ്മേഷൻ ജെ ഈസ് ഈക്വൽ ടു 1 to n SIJ സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നും കൂടി നമുക്ക് പറയാം SI ഇൻറ്റു
SI ട്രാൻസ്പോസ് എന്നും കൂടി നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ കിട്ടുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനർജി ഓഫ് ദ സിഗ്നൽ തന്നെയാണ്. സോ വി ക്യാൻ ഓൾസോ സേ എനർജി ഓഫ് ദ സിഗ്നൽ വെക്റ്റർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദാറ്റ് സിഗ്നൽ ആൻഡ് ദ ട്രാൻസ്പോസ്. ആൻഡ് ഡു യു നോ വൺ തിങ്, നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ഇതെന്താണെന്നറിയാമോ, ഇറ്റ് ഈസ് ഈക്വലൻ ടു what taking the dot product of that signal with itself. ഈ ഒരു സിഗ്നലിനെ അതിൻ്റെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റ്, ആ സിഗ്നലിൻ്റെ തന്നെ ആ സിഗ്നലും അതിൻ്റെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റും എടുക്കുവാണ്. അതാണ് നമുക്ക് SI ഇൻറ്റു SI ട്രാൻസ്പോസ്. ഓക്കെ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടേക്കിംഗ് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് സിഗ്നൽ വിത്ത് ഇറ്റ് സെൽഫ്. സോ വി ക്യാൻ സേ എനർജി ഓഫ് ദ സിഗ്നൽ ഈസ് നത്തിങ് ബട്ട് വാട്ട്, ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് എ സിഗ്നൽ വിത്ത് ഇറ്റ് സെൽഫ്. ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് എ സിഗ്നൽ വിത്ത് ഇറ്റ് സെൽഫ് വിൽ ഗീവ് യു എനർജി ഓഫ് എ സിഗ്നൽ. അപ്പോൾ ഈ ഒരു ഇക്വേഷനും വാലിഡാണ്. ഓക്കെ, ഞാനിപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ സിഗ്നലും അതിൻ്റെ തന്നെ ട്രാൻസ്പോസും എടുത്തിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓർ വി ആർ ഫൈൻഡിങ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് സിഗ്നൽ വിത്ത് ഇറ്റ് സെൽഫ്. നൗ ഇപ്പോൾ രണ്ട് സിഗ്നൽ ഉണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും, രണ്ട് ഡിഫറെൻറ്റ് സിഗ്നൽ. ഓക്കെ, അസ്യൂം ദർ ആർ ടു ഡിഫറെൻറ്റ് സിഗ്നൽസ്. ഓക്കെ, സേ if SI and SK are two signals. Okay, now if you are taking dot product of these two signal, okay, ആ SIയും SK രണ്ട് ഡിഫറെൻറ്റ് സിഗ്നലിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പാരാമീറ്റർ കിട്ടും. അതെന്താണെന്നറിയാമോ, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്റ്റേഴ്സ്. സോ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്റ്റേഴ്സ് കാണുന്നതാണ് നമ്മളുടെ അടുത്തത്. എനർജി കഴിഞ്ഞു, അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആംഗിൾ ബിറ്റ്വീൻ two signal vectors ആണ്. between two signal vectors. okay, between two signal vectors, say SI and SK. ഓക്കെ, അതായത് ഒരു 2 ഡയമെൻഷനിൽ ഞാൻ തൽക്കാലം എടുക്കുന്നതേ ഉള്ളൂ. n ഡയമെൻഷനിൽ നമുക്കത് എഴുതാം. SI എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ വെക്റ്റർ ആൻഡ് SK എന്ന് പറഞ്ഞ മറ്റൊരു സിഗ്നൽ വെക്റ്റർ വിത്ത് ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ 5 1 and 5 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ആംഗിളിനെ ഞാൻ തീറ്റ IK എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. തീറ്റ IK തമ്മിലുള്ള ആംഗിൾ എന്താണെന്നാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ബൈ ടേക്കിംഗ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ദീസ് ടു സിഗ്നൽ യു വിൽ ഗെറ്റ് ദ ആംഗിൾ. അല്ലെങ്കിൽ ഞാൻ ഡെഫിനിഷൻ കുറച്ചുകൂടി നമുക്ക് പറയുവാണെങ്കിൽ, ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡെറിവേഷൻ ഓഫ് ദ ആംഗിൾ. അതിൻ്റെ അതിവിടെ ചെയ്യുന്നില്ല. ആ ഒരു ഇക്വേഷൻ ഈസ് നെസസറി. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ അപ്പോൾ നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട്. ഇങ്ങനെ രണ്ട് സിഗ്നൽ വെക്റ്റർ ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദ ആംഗിൾ. ഓക്കെ, സി ദ ഡെഫിനിഷൻ ഈസ് ലൈക്ക് ദിസ്, ദ ആംഗിൾ തീറ്റ IK, SIയും SK എന്ന് പറഞ്ഞ സിഗ്നലിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ IK, ദാറ്റ് ഈസ് സബ്റ്റൻഡഡ് ഓർ ഫോംഡ് between two signal vectors, SI and SK, fine, is defined as, okay, by definition it is defined as the cosine cos theta IK വെച്ചിട്ടാണ്. okay, cosine of the angle theta IK, okay, which is equal to, okay, cos theta IK which is equal to the inner dot product, okay, inner product or dot product, that is inner product of these two vectors, okay, of these two vectors. ഈ രണ്ട് സിഗ്നൽ വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, ഇന്നർ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യണം അതിനെ, ഡിവൈഡഡ് ബൈ ദ പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ നോംസ്. ഓരോ സിഗ്നലിൻ്റെയും ലെങ്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഈസ് ലൈക്ക് ദിസ്. cos theta IK is equal to dot product, inner product between SI and SK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്നലിൻ്റെ ട്രാൻസ്പോസ് ആൻഡ് ദ അതർ തിങ്. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റ് ഈ രണ്ട് തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ നോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് അല്ലേ, ഇൻഡിവിജ്വൽ നോം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് SI ആൻഡ് വാട്ട് SK.
സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ്. അപ്പം നമ്മളിപ്പം എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഒരു സിഗ്നൽ വെക്ടറിൻ്റെ ലെങ്ത് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഏതൊരു സിഗ്നൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി രണ്ട് സിഗ്നൽ വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ആംഗിളും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സിഗ്നൽ വെക്ടർ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സിഗ്നൽ, ഈ രണ്ട് സിഗ്നൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സിഗ്നൽസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതാണ് നമുക്ക് പഠിക്കേണ്ട നെക്സ്റ്റ് പാരാമീറ്റർ. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സിഗ്നൽസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇപ്പം റഫായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ സ്പേസ് തന്നെ കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഈസ് phi 1 of t. എളുപ്പമാണ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ വാട്ട് phi 2 of t. ദിസ് ഈസ് phi 1. ഓക്കെ, ഇപ്പോൾ രണ്ട് സിഗ്നൽ വെക്ടർ വേണം അല്ലേ? അപ്പോൾ ഒരു സിഗ്നൽ വെക്ടർ ഇവിടെ ഉണ്ടാവും, അനദർ സിഗ്നൽ വെക്ടർ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവും. ജസ്റ്റ് അസ്യൂം. അപ്പോൾ ഓരോ സിഗ്നലും ആ സിഗ്നൽ പോയിൻറ്റും എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത് അതിൻ്റെ. ഇപ്പോൾ ഇതാണ് സിഗ്നൽ വെക്ടർ S1 എങ്കിൽ ദിസ് വിൽ ബി ഫോംഡ് ബൈ ദ വെക്ടർ എലമെൻറ്റ്സ് S11, S12. നൗ ഇഫ് ദിസ് ഈസ് ദ സെക്കൻഡ് സിഗ്നൽ പോയിൻറ്റ്, ഇതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? S21 S22 ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, ഇത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ നോർമലി നമുക്കറിയാം ഈ ലൈൻ ഇക്വേഷൻ ഫോർ എ ലൈനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് പോയിൻറ്റുകൾ അറിയാമെങ്കിൽ, രണ്ട് കോർഡിനേറ്റ് അറിയുകയാണെങ്കിൽ 2 പോയിൻറ്റ് ഫോം നമ്മളവിടെ പഠിച്ചിട്ടുള്ളത്. 2 പോയിൻറ്റ് ഫോം വെച്ചിട്ട് x1 y1 x2 y2 അറിയാമെങ്കിൽ ഹൗ വിൽ യു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ these 2 points? Distance d is equal to root of x1 minus x2 അല്ലേ, the whole square plus y1 minus y2 the whole square എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് using 2 point form. So using this equation, okay, using this equation similarly here we can write what is the distance d is equal to, okay, distance d can be written as using 2 point form root of x1 minus x2, that is s11 minus s21 the whole square plus s12 minus s22 the whole square എന്ന് എഴുതാം. ഇവിടെ ഞാനിതിപ്പോൾ ഒരു 2 ഡയമെൻഷണൽ അല്ലേ സിഗ്നൽ വെക്ടർ, 2 ഡയമെൻഷണൽ വെക്ടറാണ് കണ്ടത്. SI1ഉം SI2 where I taking value 1 and 2. പക്ഷേ ഇപ്പോൾ n ഡയമെൻഷണൽ സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇക്വേഷന് വ്യത്യാസം വരും അല്ലേ? സോ ഇൻ ജനറൽ for an n dimensional space, okay, this is the equation which we require. n dimensional spaceൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? What is the equation for distance? ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡിസ്റ്റൻസ്. അതായത് ഇവിടെ സമ്മേഷനാണല്ലേ, എല്ലാത്തിൻ്റെയും സമ്മേഷനാണ്. ഇതിപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ. n ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഈ സമ്മേഷൻ പോയിക്കൊണ്ടേയിരിക്കും. സോ വി നീഡ് ദ സമ്മേഷൻ ഹിയർ. j ഈസ് ഈക്വൽ ടു 1 to n. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ സം ചെയ്യുന്നത്? ഈ ഓരോ ടേമുമാണ് സം ചെയ്ത് പോകുന്നത് അല്ലേ? അപ്പോൾ ഇൻ ജനറൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് Sij minus Skj. Okay, Sij minus Skj. This is again Sij minus Skj. ഓക്കെ, അതിൻ്റെ സ്ക്വയർ അതിങ്ങനെ ആഡ് ചെയ്ത് പോവാണ്. ഓക്കെ, തീർന്നില്ല. ഇവിടെ ഒരു റൂട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു റൂട്ടും ഉണ്ട്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ വിച്ച് വി ക്യാൻ യൂസ് ജനറലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓർ ഇപ്പോൾ റൂട്ട് കളഞ്ഞിട്ട് എഴുതുവാണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആയിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. j is equal to 1 to n summation Sij minus Skj the whole square എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദിസ് ദ ഡിസ്റ്റൻസ് സ്ക്വയർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, നൗ ഇതെന്താണ്? അപ്പോൾ ഈ ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറയുന്നത്, ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറയുന്നത്, അതായത് ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? j is equal to 1 to n Sij minus Skj
ദ ഹോൾ സ്ക്വയർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചൊരു ഇക്വേഷൻ എന്തായിരുന്നു, നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ എന്തായിരുന്നു, സമ്മേഷൻ വാട്ട് ജെ ഈസ് ഈക്വൽ ടു 1 to n Sij. ഓക്കെ, സ്ക്വയർ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചു, നോം അല്ലേ. ഇവിടെ നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. സി Sij സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോം സ്ക്വയർ ആണെന്ന് പഠിച്ചു അല്ലേ. വേർ ഡിഡ് വി ലേൺ, ഹിയർ. യാ, സമ്മേഷൻ ഇത് നോം സ്ക്വയർ ആണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ആ ഇക്വേഷൻ നിങ്ങളൊന്ന് എഴുതുക. ഓക്കെ, ഇതെന്താണ്, നോം സ്ക്വയർ ആണ്. അപ്പോൾ ഇതിന് പകരം ഇവിടെ വന്നിരിക്കുന്നത് എന്താ, Sijക്ക് പകരം ഇവിടെ Sijക്ക് പകരം ഈ ഇക്വേഷൻ RHS നോക്കൂ, എന്താ വന്നിരിക്കുന്നത്, Sij മൈനസ് Skj ദ ഹോൾ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് എന്ത് വരും, ഇവിടെ Siക്ക് പകരം എന്ത് വരും, Si മൈനസ് Sk എന്ന് വരും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ, നോം സ്ക്വയർ എന്ന് വരും. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഈ ഇക്വേഷനകത്ത് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, ദിസ് ഈസ് ഈക്വൽ ടു Si മൈനസ് Sk ഇതും എഴുതാൻ പറ്റും. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഇതിനെ എഴുതാൻ പറ്റും. ഓക്കെ, നൗ so this is the equation for finding the distance. Okay, so we will get from this, we will get a relation like this also. Okay, now this is also equivalent to, see, another relation. Just learn this, that is 0 to t Si of t minus Sk of t the whole square dt കൂടിയാണ്. Okay, which is equivalent to what? So ഇതെല്ലാം തന്നെ എന്താണ്, all this is equivalent to what, distance square അല്ലേ. all this is equivalent to distance square. അപ്പോൾ ഡിസ്റ്റൻസ് തരുവാണെങ്കിൽ ഇതിനകത്ത് ചോദിക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടോ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. ബിക്കോസ് ഇതെന്ന് പറയുന്നതെല്ലാം ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സിഗ്നൽ വെക്റ്റർ ക്യാൻ ബി ഒബ്റ്റൈൻഡ് യൂസിങ് എനി വൺ ഓഫ് ദിസ് ഇക്വേഷൻ. ഓക്കെ, ഒന്നുകിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം, ഈ ഒരു ടേം വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് സ്ക്വയർ കണ്ടുപിടിക്കാം, ഓർ ഈ ഒരു ടേം വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് സ്ക്വയർ കണ്ടുപിടിക്കാം, ഓർ ഈ ഒരു ടേം വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് സ്ക്വയർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ലെങ്ത്, ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ് ആൻഡ് ഓൾസോ the distance between the two vectors. Yeah, and one more thing I left out. ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഈ രണ്ട് സിഗ്നൽ അല്ലേ തമ്മിലുള്ള ആംഗിളാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ രണ്ട് സിഗ്നലും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഓക്കെ, ഈ രണ്ട് സിഗ്നൽ SI എന്ന് പറഞ്ഞ സിഗ്നലും SK എന്ന് പറഞ്ഞ സിഗ്നലും സപ്പോസ് ഇഫ് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ദാറ്റ് മീൻസ് അതിൻ്റെ ആംഗിൾ എന്തായിരിക്കും, ബിറ്റ്വീൻ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. 90 ഡിഗ്രി ആണെങ്കിൽ എന്താ പറ്റുന്നത്, സോ ഇഫ് ടു, അവിടെ ഒരു സ്പെഷ്യൽ കേസ് പോലെയാണ്, ദാറ്റ് ഈസ് ഇഫ് ടു, ഓക്കെ, ഇഫ് ടു സിഗ്നൽ വെക്റ്റേഴ്സ് SI and SK are orthogonal. ഓക്കെ, പെർപെൻഡിക്കുലർ എന്ന് പറയും, ഓർ ഓർത്തോഗണൽ, are orthogonal to each other or perpendicular to each other, orthogonal or perpendicular to each other, then what happens, അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് ഇന്നർ പ്രൊഡക്റ്റ് 0 ആയിരിക്കത്തില്ലേ if they are perpendicular to each other, because cos 90 അല്ലേ, cos 90 ആണ്, cos 90 തീറ്റ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആകുമ്പോൾ തീറ്റ IK എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. സോ ദിസ് ഇംപ്ലൈസ് വാട്ട്, cos 90 is equal to what, 0. so this implies what, SI ട്രാൻസ്പോസ് ഇൻറ്റു SK ഈസ് വാട്ട്, 0. ഇതിൻ്റെ മീനിങ് എന്താണ്, ഓക്കെ, അവരുടെ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു കാര്യം ഓർത്ത് വെക്കണം. സോ ഇന്നർ പ്രോഡക്റ്റ് 0 ആയതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഓർത്തോഗണൽ എന്ന് പറയുന്നത്, ബിക്കോസ് വി ഓൾറെഡി ലേൺ ആ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, സോ ജസ്റ്റ് റിമെമ്പർ ദിസ് ഓൾസോ. താങ്ക് യു.